നല്ലവരായ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കും ലിവോറിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. 1 മില്യൺ വ്യൂ കിട്ടുന്ന ഒരു യൂട്യൂബ് ഷോർട്ട് എങ്ങനെ ഉണ്ടാക്കാം? ഈ അടുത്ത് എനിക്ക് ഒരു ഷോർട്ട് വീഡിയോയ്ക്ക് 1 മില്യൺ വ്യൂ കിട്ടി. ആ ഒരു എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതാണ് എനിക്ക് 1 മില്യൺ വ്യൂ കിട്ടിയ ആ ഒരു ഷോർട്ട് വീഡിയോ. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന സിനിമയിൽ കല്യാണി പ്രിയദർശൻ ആ ഒരു ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യാൻ നോ പറഞ്ഞിരുന്നെങ്കിൽ വേറെ മലയാളത്തിലെ ഏതൊക്കെ ആക്ടേഴ്സിന് ഈ ഒരു റോള് ചെയ്യാമായിരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ നോക്കുമ്പോൾ അതൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. 43-44 സെക്കൻഡാണ് അതിൻ്റെ ഒരു ഡ്യൂറേഷൻ വരുന്നത്. എന്നിട്ടും ആ ഒരു ഷോർട്ട് വീഡിയോയ്ക്ക് എങ്ങനെ 1 മില്യൺ വ്യൂ കിട്ടി? നമുക്ക് ഓരോ കാരണങ്ങളായിട്ട് നോക്കാം. സോ നിങ്ങളൊരു 1 മില്യൺ വ്യൂ കിട്ടുന്ന റീല് ചെയ്യണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് വളരെ റിലേറ്റബിൾ ആയ ഒരു ടോപ്പിക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. റിലേറ്റബിൾ എന്ന് പറയുമ്പോൾ എല്ലാ ജെൻഡറിനും, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അത് മനസ്സിലാവണം. എല്ലാ പ്രായക്കാർക്കും, പ്രായം കുറഞ്ഞവർക്കും നമ്മുടെ പ്രായമുള്ളവർക്കും കൂടുതലുള്ളവർക്കും എല്ലാവർക്കും ആ ഒരു സബ്ജക്റ്റ് മനസ്സിലാവണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 1 മില്യൺ വ്യൂ കിട്ടുന്ന ഒരു ഷോർട്ട് വീഡിയോ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എല്ലാവർക്കും റിലേറ്റ് ആവുന്ന ഒരു ടോപ്പിക്കിൽ വീഡിയോ ചെയ്യുകയാണെങ്കിൽ ആദ്യം യൂട്യൂബ് കാണിക്കുന്ന ആൾക്കാരെല്ലാവരും, അവർക്ക് എന്ത് പ്രായം ഉണ്ടെങ്കിലും അവർ ആണായാലും പെണ്ണായാലും ആ വീഡിയോയിൽ ഇൻട്രസ്റ്റ് കാണിക്കും. അങ്ങനെ വരുമ്പോൾ യൂട്യൂബ് ഇത് കൂടുതൽ ആൾക്കാരെ കാണിക്കും. അങ്ങനെയാണ് നമ്മുടെ ചാനലിന് കൂടുതൽ വ്യൂസ് കിട്ടുക. പക്ഷേ അതിന് പകരം നിങ്ങളൊരു പർട്ടിക്കുലർ ഗ്രൂപ്പ്, ഒരു പ്രായക്കാർക്ക് അല്ലെങ്കിൽ ഒരു ജെൻഡറിന് മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ചെയ്തെന്ന് വിചാരിക്കുക. ആദ്യം ഈ വീഡിയോ യൂട്യൂബ് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനും സ്ഥിരം വ്യൂവേഴ്സിനൊക്കെ കാണിക്കും. അപ്പോൾ ആ കൂട്ടത്തിൽ ഈ ഒരു ഗ്രൂപ്പ് മാത്രമേ അതിൽ ഇൻട്രസ്റ്റ് കാണിക്കുള്ളൂ. സോ മറ്റേ ഗ്രൂപ്പ് ഇത് കാണുന്നില്ല. അപ്പോൾ യൂട്യൂബിൻ്റെ ആൽഗോരിതത്തിന് മനസ്സിലായി ഇത് ഈ ഒരു ടൈപ്പ് ആൾക്കാർക്കേ താല്പര്യമുള്ളൂ. സോ പിന്നീട് ഈ വീഡിയോനെ കാണിക്കുക ഈ ഒരു ടൈപ്പ് ഇൻട്രസ്റ്റ് ഉള്ള, ഈ ഒരു ജെൻഡറിലുള്ള, ഈ ഒരു പ്രായത്തിലുള്ള ആൾക്കാരെ മാത്രമായിരിക്കും. സോ ഒരു വൈഡർ ഓഡിയൻസിലേക്ക് പിന്നീട് ഈ വീഡിയോ എത്താതെ വരും. സോ ആദ്യം നമ്മൾ എടുക്കേണ്ടത് വളരെ ജനറലായ എല്ലാവർക്കും റിലേറ്റബിൾ ആയ ഒരു ടോപ്പിക്കാണ്. അതിന് ഏറ്റവും ബെസ്റ്റ് പരിപാടി സിനിമയും പൊളിറ്റിക്സും തന്നെയാണ്. കാരണം എല്ലാവർക്കും താല്പര്യമുള്ള 2 വിഷയങ്ങൾ അത് തന്നെയാണ്. ഇനി രണ്ടാമത് ചെയ്യേണ്ട കാര്യം, ഈ ഒരു ഷോർട്ട് വീഡിയോയും എൻ്റെ ചാനലിലെ മറ്റ് ഷോർട്ട് വീഡിയോസും നോക്കിക്കഴിഞ്ഞാൽ പ്രകടമായ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാം. സാധാരണ ഷോർട്സിൽ ഞാൻ ഇതുപോലെ ഇരുന്ന് അല്ലെങ്കിൽ നിന്ന് സംസാരിക്കുന്നതായിരിക്കും കാണിക്കുക. അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വിഷ്വൽസ് ചിലപ്പോൾ ഇമേജ് ആയിട്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ആയിട്ട് എഴുതി കാണിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ ഒരു റീലിൽ എൻ്റെ മുഖം ഏറ്റവും അവസാനം വരുന്നുള്ളൂ. തുടക്കം മുതൽ ഞാൻ കാണിക്കുന്നത് ഈ സിനിമയുമായി ബന്ധപ്പെട്ട വിഷ്വലുകളാണ്. സാധാരണ ഞാൻ ഇമേജുകളാണ് ഉപയോഗിക്കുക. പക്ഷെ അതിന് പകരം ഞാൻ ഇത്തവണ ആ ട്രെയിലറിൽ നിന്നുള്ള കുറച്ച് സ്ക്രീൻ റെക്കോർഡിംഗ് എടുത്ത് ഉപയോഗിച്ചു. സോ ആ ഷോർട്ട് വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ അതൊരു പ്രോപ്പർ വീഡിയോ പോലെ തന്നെ ഉണ്ടാവും. കാരണം മൂവിങ് ആയിട്ടുള്ള വിഷ്വൽസ് ആണ് അതിലുള്ളത്. സോ ഇതാണ് നിങ്ങൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മളൊരു ഷോർട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ സ്ഥിരം വ്യൂവേഴ്സിന് അറിയാം നമ്മളുടെ ഒരു ഷോർട്ട് വീഡിയോ എന്ന് പറഞ്ഞാൽ അതിന് ഇത്ര ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. അതിങ്ങനെ മൊബൈലിൽ ഒരു ലിമിറ്റഡ് ലൈറ്റിങ്ങിലൊക്കെ ഷൂട്ട് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ അതിലിങ്ങനെ പുറത്തുനിന്നുള്ള സ്റ്റോക്ക് വീഡിയോസ് ഒന്നും അധികം ഉപയോഗിക്കാറില്ല. ഈ കാര്യം അവർക്കറിയാം. അങ്ങനെ നമ്മൾ ഈ വീഡിയോ ഇടുന്നു, അവരത് ലൈക്ക് ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു വീഡിയോ പുതിയ ഓഡിയൻസിലേക്ക് പോകും. അവിടെയാണ് പ്രശ്നം. ഈ പുതിയ ഓഡിയൻസിന് നമ്മളുടെ ചാനലിലെ വീഡിയോസിന് ഈ ക്വാളിറ്റി ഉള്ളൂ എന്ന കാര്യം അവർക്കറിയില്ല. അവർ പല ചാനലിലെ പല ക്വാളിറ്റിയുള്ള വീഡിയോസ് കാണുന്നവരാണ്. സോ അവരിലേക്ക് ഈ വീഡിയോ എത്തുന്ന സമയത്ത് ഈ കണ്ടന്റിന് എത്ര ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വിഷ്വൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചില ആൾക്കാർ ആ വീഡിയോ കാണില്ല, അവർ സ്കിപ്പ് ചെയ്യും. സോ നമുക്ക് ഈ 1 മില്യൺ അടിക്കാനുള്ള ചാൻസ് അവിടെ കട്ടാവും. സോ നിങ്ങളുടെ സ്ഥിരം എഡിറ്റിംഗ് പാറ്റേണും സ്ഥിരം ഉപയോഗിക്കുന്ന പരിപാടിയൊക്കെ മാറ്റി യൂട്യൂബിൽ നോർമലായിട്ട് കാണുന്ന മറ്റ് വീഡിയോസിൽ കാണുന്ന ആ ഒരു മിനിമം ക്വാളിറ്റി ഓഫ് വിഷ്വൽസ് എങ്കിലും നിങ്ങൾ ആ ഒരു ഷോർട്ട് വീഡിയോയിൽ കൊണ്ടുവരണം. ഇനി അടുത്ത കാര്യം, അതാണ് ഈ ഷോർട്ട് വീഡിയോ ക്ലിക്ക് ആവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ. ഈ ഒരു വീഡിയോയ്ക്ക് വന്ന കമൻറ്റുകൾ. നമ്മളൊരു വീഡിയോ, ഷോർട്ട് വീഡിയോ ആയിക്കോട്ടെ ലോങ് വീഡിയോ ആയിക്കോട്ടെ, അത് പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എൻഗേജ്മെൻറ്റ് കൂടുന്നത് അതിന് വരുന്ന ലൈക്കുകളും കമൻറ്റുകളും ഷെയറുകളും കൊണ്ടാണ്. ഈ എൻഗേജ്മെൻറ്റ് നോക്കിയിട്ടാണ് ഈ വീഡിയോനെ യൂട്യൂബ് പിന്നീട് പുഷ് ചെയ്യുക. നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത്, ഉദാഹരണത്തിന് ഈ ഒരു വീഡിയോ നോക്കുക, ഇതൊരു ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് തരുന്നത്. ചില ആൾക്കാർ ഇതിന് ലൈക്ക് അടിക്കും, കാരണം അവർക്ക് യൂസ്ഫുൾ ആയ ഒരു കാര്യം കിട്ടിയല്ലോ. ചില ആൾക്കാർ കമൻറ്റ് ചെയ്യും, അതായത് താങ്ക് യു ഫോർ ദി ഇൻഫർമേഷൻ എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ കമൻറ്റ് ചെയ്യും. പക്ഷേ അങ്ങനെയുള്ള കമൻറ്റ് വരാനുള്ള സാധ്യത കുറവാണ്. സോ കമൻറ്റ് കുറവായതുകൊണ്ട് തന്നെ ഈ വീഡിയോയ്ക്ക് വലിയൊരു റീച്ച് കിട്ടില്ല. പക്ഷേ ഈ ഒരു ഷോർട്ട് വീഡിയോയ്ക്ക് എനിക്ക് ഒരുപാട് കമൻറ്റുകൾ വന്നു. അതെങ്ങനെയാണ് വന്നത്? നമുക്ക് നമ്മുടെ വീഡിയോ കാണുന്ന ഒരാളെ കൊണ്ട് കമൻറ്റ് ചെയ്യിപ്പിക്കാനുള്ള ബെസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് അവരെ പ്രൊവോക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ പറയുന്ന അഭിപ്രായത്തിനോട് ഒരു എതിരഭിപ്രായം ഉണ്ടാകുമ്പോഴാണ് അവർ കമൻറ്റ് ചെയ്യുക. അല്ലാതെ നമ്മൾ പറയുന്നത് അവർ അംഗീകരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ലൈക്ക് പോലും കിട്ടില്ല. അവരത് കണ്ടു, അത് ഒഴിവാക്കി അടുത്ത റീലിലേക്ക് അവർ കടന്നു. ഇത്രേ സംഭവിക്കുള്ളൂ. സോ ഈ വീഡിയോയിൽ ഞാൻ ചെയ്തൊരു കാര്യം അതാണ്, ഞാൻ ആളുകളെ പ്രൊവോക്ക് ചെയ്തു.
സോ ഈ ഒരു വീഡിയോയിൽ 3 സജഷൻ ഉണ്ട്. അപ്പോൾ ഞാനത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എൻ്റെ ഭാര്യ അത് കേട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞ 3ാമത്തെ സജഷൻ, അത് ദർശന രാജേന്ദ്രനാണ്, അത് നിങ്ങൾ ഒഴിവാക്കിയേക്ക്. കാരണം അത് എനിക്കും ഒരു ഉറപ്പ് തോന്നുന്നില്ല, അത് അത്ര നല്ലൊരു സജഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല അത്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഞാൻ മനഃപൂർവ്വം വെച്ചാണ്. ആദ്യത്തെ 2 ഓപ്ഷൻസ് എനിക്ക് 100% ജെന്യുവൻ ആയിട്ടുള്ള എൻ്റെ സജഷനാണ്. 3ാമത്തെ ഓപ്ഷൻ എനിക്കൊരു 50-50 മൈൻഡാണ്. പക്ഷേ കാണുന്ന ആൾക്കാർക്കും അത് തന്നെയായിരിക്കും മൈൻഡിൽ. സോ അവർ ഈ ഒരു സംഭവം വേണ്ട എന്നൊരു കമൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അത് ഞാൻ ആദ്യമല്ല വെച്ചത്, 3ാമതായിട്ടാണ് വെച്ചത്. കാരണം ആ സജഷനോട് കൂടിയാണ് ഈ ഒരു ഷോർട്ട് വീഡിയോ അവസാനിക്കുന്നത്. അപ്പോൾ അത് കണ്ട ഉടനെ ആൾക്കാർ പ്രൊവോക്ഡ് ആവും, അതിൻ്റെ അവസാനം അവരൊരു കമൻറ്റ് ഇട്ടിട്ട് പോകും. സോ ഇതെൻ്റെ പ്ലാനിങ് ആയിരുന്നു. സോ കമൻറ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ആൾക്കാരെ പ്രൊവോക്ക് ചെയ്യണം. കാരണം കൂടുതൽ പേരും കമൻ്റ് ഇടുന്നത് ഒന്നെങ്കിൽ എതിരഭിപ്രായം പറയാൻ, അല്ലെങ്കിൽ അവരെ ഇഷ്ടക്കേട് കാണിക്കാൻ, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ആളെ പറഞ്ഞ് തിരുത്താൻ, അല്ലെങ്കിൽ കളിയാക്കാൻ, അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കൂടുതൽ കമൻറ്റുകളും ഇപ്പോൾ വരുന്നത്. സോ അതിനുള്ള ഒരു സാഹചര്യം നിങ്ങൾ ഒരുക്കി കൊടുത്താൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കമൻറ്റ് കിട്ടും. അങ്ങനെ കമൻറ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് ഇതേപോലൊരു റീച്ച് ഉണ്ടാക്കാം. സോ എൻ്റെ ഈ ഒരു ഷോർട്ട് വീഡിയോയ്ക്ക് 1 മില്യൺ വ്യൂ കിട്ടാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം, പക്ഷേ അത് ചെയ്യാൻ വരട്ടെ. അതിനു മുമ്പ് ഞാൻ ചില കാര്യങ്ങൾ പറയാം. കാരണം ഇതിന് ചില ഡ്രോബാക്സ് ഉണ്ട്. അതും കൂടെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. 1ാമത്തെ പ്രശ്നം, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കമൻറ്റുകളുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു മയവും ഇല്ല എന്നുള്ളതാണ്. സോ നിങ്ങളിങ്ങനെ പ്രൊവോക്ക് ചെയ്തിട്ട് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന കമൻറ്റുകൾക്ക് ഒരു മയം ഉണ്ടാവില്ല. ഭയങ്കര ഹാർഷായിരിക്കും, ചീത്തവിളി ഉണ്ടാവും, തെറി ഉണ്ടാവും, അച്ഛനും അമ്മയ്ക്കൊക്കെ വിളിക്കുന്ന സാധനങ്ങൾ ഉണ്ടാവും. സോ ഇങ്ങനെ ഒരു സംഭവം പോസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കമൻറ്റുകൾ വരും എന്നുള്ളത് മനസ്സിൽ വെച്ചിട്ട് വേണം പോസ്റ്റ് ചെയ്യാൻ. ഈ ഒരു റീല് പോസ്റ്റ് ചെയ്താൽ ഒറ്റ ദിവസം കൊണ്ടൊന്നല്ല 1 മില്യൺ ആവുന്നത്, കുറേ ദിവസം കൊണ്ടാണ്. ചില ദിവസം നമുക്ക് തീരെ പറ്റാതെ വരും. ഇപ്പം നമ്മൾ രാവിലെ എണീറ്റിട്ടാണ് സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകൾക്ക് റിപ്ലൈ കൊടുക്കുന്നതെങ്കിൽ ഈ സമയത്ത് ഇങ്ങനെ കുറേ കമൻറ്റ് ഉണ്ട് കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യരല്ലേ, നമ്മുടെ മൂഡ് പോവും, അന്നത്തെ ഫുൾ മൂഡ് പോവും. ആ ചാനലിലെ വേറെ വീഡിയോസിന് വന്ന ചില കമൻറ്റുകൾ നോക്കാനാവും നമ്മൾ കയറിയത്. നമ്മൾ ഇങ്ങനത്തെ 4-5 കണ്ടു കഴിഞ്ഞാൽ പിന്നെ ബാക്കി കമൻറ്റ് പോലും നമ്മൾ നോക്കില്ല. സോ പ്രൊവോക്ക് ചെയ്യുമ്പോൾ നിങ്ങളിത് ഓർക്കണം, ഒരു മയമില്ലാത്ത റെസ്പോൺസാണ് വരിക. അത് നേരിടാനും കൂടെ റെഡി ആയിട്ട് വേണം നിങ്ങൾ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്തിട്ടുള്ള കണ്ടന്റ് ഇടാൻ. ഇനി 2ാമത്തെ കാര്യം, നമ്മളുടെ കണ്ടന്റുകളുടെ മൊത്തം സ്വഭാവം മാറിപ്പോകും. അതായത് നിങ്ങളൊരു നല്ല ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒരു വീഡിയോ ചെയ്യുന്നു, അതിനൊട്ടും വ്യൂ കിട്ടുന്നില്ല. അതിനുവേണ്ടി നിങ്ങൾ ചിലപ്പോൾ കുറേ റിസർച്ചൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോഴത്തെ നിങ്ങൾ വെറുതെ ആൾക്കാരെ ചൊറിഞ്ഞൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിന് 1 വ്യൂ കിട്ടുന്നു. അതോടുകൂടി നമ്മുടെ തോട്ട് പ്രോസസ്സ് മാറും. നമ്മൾ ചാനൽ തുടങ്ങിയത് ആൾക്കാർക്ക് ഉപകാരത്തിലുള്ള സാധനങ്ങൾ ചെയ്യാനും നമ്മളുടെ അഭിപ്രായങ്ങൾ പറയാനൊക്കെ ആയിരിക്കും. പക്ഷെ ഈ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കണ്ടന്റിന് കൂടുതൽ വ്യൂ കിട്ടുന്നു എന്ന് കാണുമ്പോൾ നമ്മുടെ കണ്ടന്റ് മൊത്തത്തിൽ നെഗറ്റീവ് ആവും. സോ എനിക്ക് പേഴ്സണലി അത് ഇത്തിരി ശരിയായ കാര്യമല്ല എന്ന് തോന്നിയിരുന്നു. ഇപ്പം നിങ്ങൾക്കത് ഓക്കെ ആണെങ്കിൽ അത് ഓക്കെയാണ്, അതൊരു ഡ്രോബാക്ക് അല്ല. പക്ഷെ എനിക്ക് പേഴ്സണലി അത് അത്ര നല്ല കാര്യമായിട്ട് തോന്നിയില്ല. ഇനി അടുത്ത ഡ്രോബാക്ക്, ഇത് നിങ്ങളുടെ ചാനലിൻ്റെ റെപ്യൂട്ടേഷനും ബാധിക്കും. ഇപ്പോൾ പിശുക്കൻ എന്ന് പറഞ്ഞ ചാനലിൽ എനിക്ക് ഇങ്ങനെ ഒരു നെഗറ്റീവ് പരിപാടി ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ മനഃപൂർവ്വം ഒരു മണ്ടത്തരം പറയാൻ പറ്റില്ല. കാരണം ആ ചാനൽ നിലനിന്ന് പോകുന്നത് ഇൻഫർമേഷൻ ഞാൻ കൊടുക്കുന്നതിന് ബേസ് ചെയ്തിട്ടാണ്. സോ അവിടെ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ട്. ഞാനൊരു നല്ല കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് മാന്യമായ കമൻറ്റുകൾ വരും. അവിടെ ഞാൻ ഈ ഒരു ഓഡിയൻസിനെ പ്രൊവോക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവർ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകും. അതേപോലെ മനഃപൂർവ്വം അല്ലെങ്കിലും അറിയാതെ പോലെ എനിക്കൊരു മിസ്റ്റേക്ക് അവിടെ വരുത്താൻ പറ്റില്ല. മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത്രയും കാലം ഉണ്ടാക്കിയെടുത്ത ആ റെപ്യൂട്ടേഷനോടെ പോകും. സോ നിങ്ങളൊരു നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള കണ്ടന്റ് ഇട്ട് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൻ്റെ റെപ്യൂട്ടേഷനും ആ രീതിയിലായി പോകും. അപ്പോൾ നിങ്ങളോട് ആൾക്കാർ കമൻറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ഹാർഷായിട്ടാണ് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ 2 നല്ല ഓപ്ഷൻ പറഞ്ഞ് 3ാമത്തെ ഓപ്ഷൻ മാത്രം ഒരു എന്താ പറയുക പ്രൊവോക്ക് ചെയ്യുന്ന ടൈപ്പ് ചെയ്തു എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഈ 3 ഓപ്ഷനും ഓക്കെ അല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അത്രയും പേര് അതിൽ കമൻറ്റ് ചെയ്തു. സോ നമ്മൾ പറഞ്ഞ അഭിപ്രായത്തിന് എതിരഭിപ്രായം വന്ന് ചാനലിൻ്റെ ക്രെഡിബിലിറ്റി തന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇനി ഇടുന്ന വീഡിയോസിനൊന്നും ഒട്ടും റീച്ച് കിട്ടില്ല. സോ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം ഞാൻ ഈ പറഞ്ഞ ഐഡിയ നിങ്ങൾ ചെയ്തു നോക്കാൻ. ഇനി ഇങ്ങനെ പ്രൊവോക്ക് ചെയ്തിട്ട് ഒരു പരിപാടി ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ റെഗുലറായിട്ട് നല്ല എൻഗേജിങ് ആയ രീതിയിലുള്ള ഷോർട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുക. ഏതാണ് എപ്പോൾ കയറി പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. സോ അങ്ങനെ പോയാൽ തന്നെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അത് കൂടുതൽ ഷെയർ ഒക്കെ ചെയ്യപ്പെട്ട് ചിലപ്പോൾ ആ ഒരു വീഡിയോയ്ക്കും 1 മില്യൺ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളൊരു ഹെൽപ്പ് ചെയ്യണം. നിങ്ങൾ ഈ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക, ഗുഡ് എന്നോ ലൈക്ക് എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക. അതുവഴി ഈ വീഡിയോയ്ക്ക് കുറച്ചുകൂടെ റീച്ച് കിട്ടും. അടുത്ത എപ്പിസോഡ് യൂട്യൂബിനെ കുറിച്ചല്ല, എൻ്റെ 2 ഹെൽത്ത് ഇഷ്യൂസ് മരുന്നില്ലാതെ എങ്ങനെ മാറ്റിയെടുത്തു എന്നൊരു എക്സ്പീരിയൻസിനെ കുറിച്ചാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.